വടക്കാഞ്ചേരി വോട്ടുകോഴയിൽ കേസെടുത്ത് അന്വേഷണം നടത്താമെന്നൊരു റിപ്പോർട്ടാണ് QV നടത്തിയതിനു ശേഷം വിജിലൻസ് ഡിവൈഎസ്പി ഡയറക്ടർക്ക് കൊടുത്തിരിക്കുന്നത്. ഡയറക്ടറിൽ നിന്ന് എന്ത് തീരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്? ഇതിലൊരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുമോ? ഇതിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇപ്പോഴും സംശയിക്കുന്നു. CPM അതിൽ വളരെ കർശനമായി തന്നെ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടാകും. കാരണം അതുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി ആദ്യമേ തന്നെ പ്രതികരിച്ചത്. ഇവിടെ ക്വിക്ക് വെരിഫിക്കേഷന് ശേഷം തുടർ അന്വേഷണത്തിന് അനുമതി തേടുക എന്ന് തന്നെ പറഞ്ഞാൽ പ്രിമാ ഫാസി അതിൽ വളരെ ഗുരുതരമായ കാര്യങ്ങൾ കണ്ടെത്തി എന്നുള്ളതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെ CPM അടിയന്തരമായി ചെയ്യേണ്ടത് അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും രാജിവെക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയാണ്. വൈസ് പ്രസിഡൻറ്റ് CPI ആണ്, അത് രണ്ടും LDF അതിന് വേണ്ട മുൻകൈയെടുത്ത് രാജിവെപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം ഇവിടെ ജാഫർ ആ ഓഡിയോ സന്ദേശം അല്ലെങ്കിൽ അത് നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇതൊരു തമാശയാണെന്നാണ്. ആ തമാശയാണെന്ന് പറഞ്ഞ കാര്യം പിറ്റേ ദിവസം സംഭവിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, ചേലക്കര CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗം ബാബു ഈ ജാഫറുമായിട്ടുള്ള സംഭാഷണം വന്നിട്ടുണ്ട്. ആ സംഭാഷണത്തിൽ പിന്നെ ബാബു പറയുന്നത് പ്രകടനം നടന്നു, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പറയാൻ മടിക്കണ്ട, ഞങ്ങൾ നേരിടാം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു വോട്ട് ചെയ്ത് സഹായിച്ചതിൻ്റെ പേരിൽ അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ അതിൽ നിന്നൊരു കാര്യം നമുക്ക് സ്പഷ്ടമാണ്. ഈ 50 ലക്ഷം കോഴ പിന്നെ ജാഫർ അവകാശപ്പെട്ടതുപോലെ അവർക്ക് ലഭിച്ചു, CPM അത് കൊടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അത് തന്നെയാണ് ഇന്നിപ്പോൾ തുടർ അനുമതിക്കായിട്ട് ഇപ്പോൾ പിന്നെ അനുവാദം തേടുന്നത്. വിജിലൻസ് ഡയറക്ടറാണ് അത് കൊടുക്കേണ്ടത്. സ്വാഭാവികമായും CPMനെ പ്രത്യക്ഷത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമെന്ന നിലയ്ക്ക് തീർച്ചയായും CPM അതിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തും. ആ തുടരന്വേഷണം വേണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ രാജി പിന്നെ അത്യന്താപേക്ഷിതമാണെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അത് പിന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ ആ രാജി വരുന്നത് വരെ ഞങ്ങൾ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. കോൺഗ്രസ് ഉന്നയിച്ച ആരോപണത്തിൽ കഴമ്പുണ്ടെന്നാണോ വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ, ഈ സംഭാഷണം കേട്ടതിന് ശേഷം ഇതിൻ്റെ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അന്വേഷണം നടത്തിയപ്പോൾ ഇത് പിന്നെ സത്യമായി സംഭവിച്ച കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ അന്ന് അവിടുത്തെ ചുമതലക്കാരൻ ശ്രീ അനിൽ അക്രയോട് ഇവർ പിന്നെ മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരാതിപ്പെടുകയും ചെയ്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഞങ്ങളുടെ ഒരു അന്വേഷണം എന്നുള്ളത് മാത്രമല്ല, അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള ഓഡിയോ സംഭാഷണങ്ങൾ, ഇത് തമാശയാണെന്ന് പറയുമ്പോഴും അപ്പുറത്ത് ബാബുവുമായിട്ടുള്ള ഏരിയ കമ്മിറ്റി അംഗം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയല്ലേ, അതിന് മറുപടി പറയാൻ ഇതുവരെ CPM സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ ഇവിടെ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദറോ തയ്യാറായിട്ടില്ല. ലാഘവത്തോടു കൂടി ആ കാര്യം ഇവർ തമസ്കരിച്ചങ്ങ് കടന്നു പോവാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പിന്നെ കോഴ കൊടുത്തു എന്നുള്ളത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ എവിടെ വരെയായി? DCC അധ്യക്ഷൻ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമോ? അല്ല, അത്തരം കാര്യങ്ങളൊന്നും പിന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിധിയിലുള്ള കാര്യങ്ങളല്ല. അതൊക്കെ പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ സിസ്റ്റം അനുസരിച്ച് അതിന് AICC സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുമായി യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള ഒരു പിന്നെ ഭാഗമില്ല എന്ന് തന്നെയാണ്. അതൊക്കെ അവിടുന്നാണ് അത് തീരുമാനം. DCC അധ്യക്ഷന് മാറി നിൽക്കേണ്ട സാഹചര്യം നിലവിലില്ല. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിയാണല്ലോ, അതൊന്നും പാർട്ടിയിൽ ആര് മത്സരിക്കണം ആര് മത്സരിക്കണ്ട എന്നുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നത് പാർട്ടി നേതൃത്വമാണ്. അതിൻ്റെ പ്രൊസീജിയറുണ്ട്. അത് കഴിയുമ്പോഴാണ് ആരാണ് എന്താണെന്ന് നമുക്കറിയാം. അല്ല, പാർട്ടിയാണല്ലോ തീരുമാനം. പാർട്ടി ഇപ്പം അത്തരത്തിലുള്ളൊരു ചർച്ച ഇല്ലല്ലോ, അങ്ങനെ മത്സരിക്കണ്ട എന്നുള്ളൊരു ചർച്ച ഇപ്പം ഇല്ല. പാർട്ടിയാണത്. അല്ല, അതും ഞാൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വമാണ്. അത് UDF ആയിട്ടുള്ള കാര്യമാണ്. അത് അവർ സംസാരിച്ച് പിന്നാലെ പറയും.